ഈസി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 18/2020. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? ഉത്തരം സജി ചെറിയാൻ. അദ്ദേഹം ഫിഷറീസ് വകുപ്പ് മന്ത്രിയും സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയുമാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് ഏതാണ്? താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, തൊൽക്കാപ്പിയം. മൂന്നാമത്തെ ചോദ്യം, പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, വയനാട്. നാലാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത്? ഉത്തരം ഓപ്ഷൻ ബി, മിസോറാം. ഇപ്പോഴത്തെ മിസോറാം ഗവർണറാണ് ഡോക്ടർ ഹരിബാബു കമ്പമ്പാട്ടി. അഞ്ചാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1721. ആറാമത്തെ ചോദ്യം, 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആനി ബസന്റ്. ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, പണ്ഡിറ്റ് KP കറുപ്പൻ. എട്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എന്ന്? തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി, 1949 ജൂലൈ 1. ഒൻപതാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വതന്ത്ര സമര സേനാനി ആരാണ്? താഴെ പറയുന്നവയിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വതന്ത്ര സമര സേനാനി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, KB മേനോൻ. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഹീലിയം. ഹരിതഗ്രഹവാതകങ്ങളിൽ ഉൾപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ് എന്നിവയും. 11ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഇടുക്കി. 12ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഗോദാവരി. 13ാമത്തെ ചോദ്യം, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ജാർഖണ്ഡ്. റഷ്യയുടെ സഹായത്തോടെയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഉത്തരമഹാസമതലം. 15ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഭൂവൽക്കം. 16ാമത്തെ ചോദ്യം, ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം ഏതാണ്? ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്. ഉത്തരം ഓപ്ഷൻ സി, വെല്ലിംഗ്ടൺ ഐലാൻഡ്. 18ാമത്തെ ചോദ്യം, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏതാണ്? മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം. ഉത്തരം ഓപ്ഷൻ എ, രാമേശ്വരം. 19ാമത്തെ ചോദ്യം, മാരക വൈറസ് രോഗമായ നിപ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത്? മാരക വൈറസ് രോഗമായ നിപ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മലേഷ്യ. 20ാമത്തെ ചോദ്യം, ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ഗ്രന്ഥമെഴുതിയ ചരിത്രകാരൻ ആരാണ്? ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥമെഴുതിയ ചരിത്രകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, വാലന്റൈൻ ഷിറോൾ. 21ാമത്തെ ചോദ്യം, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
ഉത്തരം ഓപ്ഷൻ സി സുസ്ഥിര വികസനം. 22ാമത് ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ എ ഫെബ്രുവരി 2. 23ാമത് ചോദ്യം, കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നബാർഡ്. 24ാമത്തെ ചോദ്യം, കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത്? കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അനിമോമീറ്റർ. 25ാമത്തെ ചോദ്യം, ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി കാർട്ടോസാറ്റ് 2. 26ാമത്തെ ചോദ്യം, ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയിലെ കീഴിലാണ്? ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയിലെ കീഴിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി കേരളം. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അറിയപ്പെടുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ. ഉത്തരം ഓപ്ഷൻ സി രാജ്യസഭ. 28ാമത്തെ ചോദ്യം, ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ. 29ാമത്തെ ചോദ്യം, ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏത്? ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജൂലൈ. 30ാമത്തെ ചോദ്യം, പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. 31ാമത്തെ ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ കെ കേളപ്പൻ. 32ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്? ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്? ഉത്തരം ഓപ്ഷൻ സി 8. മിസോറാം, ത്രിപുര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ. 33ാമത്തെ ചോദ്യം, ദേശീയ കായിക ദിനം എന്ന്? ദേശീയ കായിക ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ഓഗസ്റ്റ് 29. 34ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. 35ാമത്തെ ചോദ്യം, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി സംസ്ഥാന ഗവർണർ. 36ാമത്തെ ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ സി കുൻവർ സിംഗ്. 37ാമത്തെ ചോദ്യം, ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 66A. 38ാമത്തെ ചോദ്യം, പലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഫലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി നരേന്ദ്രമോദി. 39ാമത്തെ ചോദ്യം, കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി നിക് വുഡ്. 40ാമത്തെ ചോദ്യം, ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ. ഉത്തരം വി നാരായൺ. 41ാമത്തെ ചോദ്യം, 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ കെ സച്ചിദാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 42ാമത്തെ ചോദ്യം, 2017 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജർമ്മനി. എന്നാൽ 2024 G20 ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീൽ. 43ാമത്തെ ചോദ്യം, ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി വൃക്ക. 44ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഡിഫ്തീരിയ. അത് ബാക്ടീരിയ രോഗമാണ്.
നിപ്പാർ, സാർസ്, എയ്ഡ്സ് എന്നിവയൊക്കെ വൈറസ് രോഗമാണ്. 45-ാമത്തെ ചോദ്യം, നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? ഉത്തരം ഓപ്ഷൻ സി, ഒറൈസ സറ്റൈവ. 46-ാമത്തെ ചോദ്യം, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഐസക് ന്യൂട്ടൺ. 47-ാമത്തെ ചോദ്യം, ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 32. 48-ാമത്തെ ചോദ്യം, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വയനാട്. 49-ാമത്തെ ചോദ്യം, പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഒഡീഷ. 50-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മുഴുപ്പിലങ്ങാട്. 51-ാമത്തെ ചോദ്യം, കിതാബുൽ റഹ്ല ആരുടെ പ്രശസ്തമായ യാത്രാ വിവരണമാണ്? കിതാബുൽ റഹ്ല ആരുടെ പ്രശസ്തമായ യാത്രാ വിവരണമാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇബൻ ബത്തൂത്ത. 52-ാമത്തെ ചോദ്യം, കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിൻ്റെ ഭാഗമായ പ്രദേശമാണ്? കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിൻ്റെ ഭാഗമായ പ്രദേശമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സ്പെയിൻ. 53-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ജഗദീപ് ധൻകർ. 54-ാമത്തെ ചോദ്യം, കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ എ, 20. 55-ാമത്തെ ചോദ്യം, ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65-ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, വിശ്വാസപൂർവം മൻസൂർ. 56-ാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15-ാം ധനകാര്യ കമ്മീഷൻ തലവൻ ആരാണ്? കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15-ാം ധനകാര്യ കമ്മീഷൻ തലവൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, NK സിംഗ്. 57-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പന്നിയൂർ. 58-ാമത്തെ ചോദ്യം, ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏതാണ്? ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, സ്വജൽധാര പദ്ധതി. 59-ാമത്തെ ചോദ്യം, ആറ്റത്തിൽ ചാർജില്ലാത്ത കണം ഏതാണ്? ആറ്റത്തിൽ ചാർജില്ലാത്ത കണം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ന്യൂട്രോൺ. 60-ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ ബി, നരേന്ദ്രമോദി.